കർത്താവ് നാമത്തിൽ കടന്ന ഒരു വസ്തുക്കളുടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കണികളടയ്ക്കാൻ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായ കർത്താവെ സ്തുതിക്കുന്നു. ഈ പകൽക്കാലം കർത്താവ് വചനം കേൾക്കുന്ന സകല ജനത്തെയും അപ്പന്റെ പുനരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ആഴങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുമാറാകണമേ. കർത്താവ് ജനത്തോട് സംസാരിക്കുമാറാകണം. രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവ്. പിന്മാറ്റക്കാർ യഥാസ്ഥാനപ്പെടട്ടെ. പരിശുദ്ധാത്മ ശക്തിയാൽ നിറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കും. അത്ഭുതം ചെയ്യണം. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം ആമേൻ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ വന്ദനം അറിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പുതിയ വർഷത്തിൽ കർത്താവിന്റെ നന്മകളാൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആമേൻ. തിരുവഴുത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. സ്തോത്രം. സങ്കീർത്തനങ്ങൾ 18 ആമേൻ. അതിന്റെ ആമേൻ സ്തോത്രം 1ഉം 2ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ശ്രദ്ധിക്കണമേ. ഇവിടെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്, എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആമേ സങ്കീർത്തന പ്രമാണിയായ ആമേ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ദാവീദ് ഇവിടെ പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോ ഒന്നാമത്തെ വാക്യം ഇവിടെ വായിക്കുമ്പോൾ കാണുന്നത് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭക്തനെ കുറിച്ച് ദൈവാത്മാവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. നമ്മൾ സ്നേഹിക്കുന്നു, കർത്താവിനെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ ദാവീദ് പറയുന്നത്, യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞാൽ എന്റെ മാത്രം, എന്റെ സ്വന്തം ഇടയൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റേത് എന്ന് പറയണമെങ്കിൽ നമുക്ക് പ്രൈസ് ദി ലോർഡ് അതിൽ കുറിച്ചൊരു അർഹത. ആമേൻ. ഇപ്പൊ നമ്മുടെ ആമേ സ്തോത്രം നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് ആയിരിക്കുന്ന ആമേ സഹോദരന്മാരെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ സഹോദരിമാരോട് ചോദിച്ചാൽ പറയും, ആമേ എന്റെ തലമുറ എന്നെ എങ്ങനെയാ, എന്റെ അമ്മ അതാ പോകുന്നു, എന്റെ പപ്പ അതാ പോകുന്നു. എന്നാൽ എന്റേത് ആമേ എനിക്കുള്ളത് എന്റേത് മാത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാവീദ് പിന്നെ പറയുകയാണ്, എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ആമേൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും ആമേൻ അവൻ ആമേൻ അത്ഭുതങ്ങളെ ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കണം. അപ്പൊ ദൈവം അവൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ കർത്താവിനെ അവൻ ആരാധിക്കുമ്പോൾ സ്നേഹം. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയാം, എന്റെ ബലമായ, അപ്പൊ ദൈവം ബലമായ ദൈവമാണ്, ബലവാനായ ദൈവം. ഹല്ലേലൂയ. ആമേൻ. ബലശാലിയായ ദൈവം. ആ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദാവീദിനെ നമുക്കിവിടെ കാണുന്നു. സ്തോത്രം. അടുത്ത് പറയുന്ന 2ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ. സ്തോത്രം. അപ്പൊ ഇവിടെ പറയുന്നത്, യഹോവ എന്റെ ശൈലവും. അപ്പോ യഹോവ എന്റെ ശൈലം, യഹോവ എന്റെ കോട്ട, എന്റെ രക്ഷകനും. ആമേൻ. ഇവിടെ പറയുന്നത് എന്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയും എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, ആമേൻ 2ാമത്തെ വാക്യത്തിൽ ഒത്തിരി ആമേൻ അവിടെ ദാവീദ് കർത്താവിനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. സ്തോത്രം. ആമേൻ. 1ാമത്തെ വർണ്ണനയുടെ 1ാമത്തെ വാക്യം പറയുന്നത്, ആമേൻ എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അടുത്ത് പറയുന്നത്, യഹോവ എന്റെ ശൈലം. ആമേൻ. അടുത്ത് പറയുന്നത് എന്റെ ആമേൻ കോട്ടയും. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഒന്ന് അവന്റെ ശൈലം. ആമേൻ. 2 അവന്റെ ഒരു കോട്ട. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു ദൈവം പൈതലിനെ കോട്ടയായി സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കോട്ട കെട്ടി നിന്നെ ആമേ സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. ചില മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ എന്റെ മക്കളെ കോട്ട കെട്ടി സൂക്ഷിക്കണമേ, കോട്ട കെട്ടി. ഇതാണ് ദൈവം, കോട്ട കെട്ടി സൂക്ഷിക്കുന്ന കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിന്നെ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു കർത്താവ് നിന്റെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ആമേൻ ഭക്തന്മാർ പറയുന്നത്, ഞാൻ എപ്പോഴും എന്റെ ദൈവത്തെ എന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കണം, എന്റെ ദൈവത്തെ ഞാൻ എന്റെ മുമ്പിൽ വച്ചിരിക്കുകയാണ്. ആർക്ക് വേണോ കാണാം, എന്റെ ദൈവത്തെ ഞാൻ മുമ്പിൽ ഇതാ വച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കുന്ന ദൈവം ഇവിടെ പറയുന്നത് എങ്ങനെയാണ്, ആമേൻ എന്റെ രക്ഷകനും, ആമേൻ പ്രൈസ് ദി ലോർഡ്, എന്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു ദൈവ പൈതല് എങ്ങനെയാ കർത്താവ് നീ എന്റെ കോട്ടയാണ്,
ആമേൻ. ഈ കോട്ടയ്ക്കകത്ത് മറ്റൊരു ശത്രുവിനും ആമേൻ സ്ഥാനമില്ല. എന്റെ ജീവിതമാകുന്ന ഈ കോട്ടയ്ക്കകത്ത് കർത്താവല്ലാതെ കർത്താവിന്റെ കോട്ടയായതുകൊണ്ട് ശത്രുവിനെ എനിക്ക് ഭയപ്പാടില്ല. ആമേൻ. ഹല്ലേലൂയ. അതാ 34 സങ്കീർത്തനം പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും എന്ത് ചെയ്യും? വാഴ്ത്തും. പ്രൈസ് ദി ലോർഡ്. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. എളിയവൻ നിലവിളിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു, എന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചിരിക്കുക. സ്തോത്രം. അപ്പൊ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കും ദൈവം. ആമേൻ. നിന്റെ കോട്ടയാണ്. കോട്ട കർത്താവേ, നീ എന്റെ കോട്ടയാണ്. ആമേൻ. പറയാമോ, നീ എന്റെ കോട്ടയ കർത്താവേ. ഈ കോട്ടയ്ക്കകത്ത് ശത്രുവിന് സ്ഥാനമില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എനിക്ക് പേടിയില്ല. രോഗത്തെ എനിക്ക് പേടിയില്ല. ആമേൻ. ഭാരത്തെ എനിക്ക് പേടിയില്ല. ആമേൻ. ഏത് പ്രയാസങ്ങളോ വന്നോട്ടെ, കർത്താവ് എന്റെ കോട്ടയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിന്റെ കോട്ടയായിരിക്കുമ്പോൾ, കർത്താവ് നിന്റെ കൂടെ ഉള്ളപ്പോൾ എന്തിനാ നീ പേടിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മളെല്ലാവരും എല്ലാവരും നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നവരാണ്. പക്ഷെ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും ആദമിന്റെയും ഹവ്വയുടെയും അടുത്ത് ചേർന്നിരിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവിനെ നേരിട്ട് കണ്ട് ആമേൻ കർത്താവിന്റെ സ്നേഹം അനുഭവിച്ച ഒരു കുടുംബമാണ് ആദവും ഹവ്വയും. Praise the Lord. Hallelujah. ആമേൻ. അവർ നേരിട്ട് യേശു പിതാവായ ദൈവത്തിനെ അവർ നേരിട്ട് കാണുവാനിടയായി, നേരിട്ട് അവർ സംസാരിക്കാനിടയായി, അവർ നേരിട്ട് കർത്താവിനെ സ്നേഹിക്കാനിടയായി. ആമേൻ. കർത്താവ് പറഞ്ഞിങ്ങനെയാണ്, നിങ്ങൾക്ക് ഇതെല്ലാം കഴിക്കാം, പക്ഷേ നന്മ തിന്മകളെ കുറിച്ച് അറിയുന്ന അറിവിന്റെ വൃക്ഷഫലം നിങ്ങൾ കഴിക്കരുത്, കഴിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ സ്നേഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ദൈവത്തിന്റെ അടുത്തേക്ക് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവവൈദ്യരെ, ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, ഇവിടെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഇവിടെ വേദപുസ്തകം വളരെ ശക്തമായി പറയുന്നത്, എന്റെ കോട്ടയാണ് എന്റെ കർത്താവ്. അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് എന്റെ ദൈവമാണ്. ഈ കർത്താവിന്റെ ദൈവമാണ്. രണ്ട്, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസേ, നീ പാറയാകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഇന്ന് പകൽക്കാലം എന്റെ പാറയായ കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. ചിലർ മണ്ണിന്റെ മേൽ വീട് പണിതു, ചിലർ ബുദ്ധിയുള്ളവൻ ഹല്ലേലൂയ പാറമേൽ വീട് പണിതു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാറമേൽ വീട് പണിതവൻ ഒരിക്കൽ കാറ്റും മഴയും പ്രയാസങ്ങളും മഴയും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വന്നപ്പോഴും പാറമേൽ വീട് പണിതവന്റെ വീട് അത് ഒരു കുഴപ്പവും ചെയ്തില്ല. എന്നാൽ മണ്ണിന്മേൽ വീട് വെച്ചവനോ അതെല്ലാം ഒലിച്ചു പോവാനിടയായി. സ്തോത്ര. ഇന്ന് പകൽക്കാലത്തിന്റെ സ്നേഹം എന്താണ്? ഈ മണ്ണിന്മേൽ വീട് വെച്ചവന്റെ സ്നേഹമാണോ കർത്താവിൽ നിന്ന് സ്നേഹിക്കുന്നത്? അല്ലയോ പാറമേൽ അടിസ്ഥാനമിട്ട വീട് വെച്ച വ്യക്തി അതുപോലെയാണോ? എന്റെ ദൈവവൈദ്യരെ, നീ കർത്താവിനെ കർത്താവും രക്ഷകനുമായി നീ സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ കർത്താവ് സന്നിധി കരയണം, മുട്ടുമേടിക്കണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, കർത്താവിനോട് നീ എപ്പോഴും യാചിക്കണം. കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന് രാപ്പകൽ ദൈവത്തോട് നീ പ്രാർത്ഥിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നീ കരയുന്ന വ്യക്തിയായിരിക്കണം. ഇവിടെ പറയുന്നത് അടുത്ത, എന്റെ പരിചയും എന്റെ രക്ഷകനും രക്ഷയുമായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? എന്റെ പരിചയും എന്റെ രക്ഷകനുമായ കൊമ്പും, ഹല്ലേലൂയ, രക്ഷകനുമായ രക്ഷാകരമായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ദൈവ പൈതലിന് പ്രത്യാശിക്കാൻ വകയുണ്ട്. എന്റെ കർത്താവ് എന്റെ കോട്ടയാണ്. ഹല്ലേലൂയ. എത്ര പ്രതികൂലം വന്നാലും ഹല്ലേലൂയ. നമ്മൾ സങ്കീർത്തന പുസ്തകങ്ങൾ വായിക്കപ്പെടുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ആ സങ്കീർത്തന പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 15 സങ്കീർത്തനം 16 സങ്കീർത്തനം 17 സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന ദൂത് നമുക്കൊന്ന് വായിക്കാമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. 16-ാമത്തെ സങ്കീർത്തനം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും സ്തോത്രം, നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. 17-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെയും ദാവീദ് വളരെ വ്യക്തമായി പറയുന്നു, ഞാനോ
നീതിയാൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. അപ്പൊ ശ്രദ്ധിക്കണം, കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, മറ്റാരെ രൂപം കാണുവാൻ നീ എന്നെ ഇടയാക്കരുത്. നിന്റെ രൂപം കാണുവാൻ, നിന്റെ മുഖത്തെ ഒന്ന് കാണുവാൻ. അതാണ് സങ്കീർത്തനം പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. ദൈവവചനത്തിലെ അവങ്കിലേക്ക് നോക്കിയവർ മാത്രം പ്രകാശിതരായി. സ്തോത്രം. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണം, ആ കർത്താവിലേക്ക് നോക്കുവാൻ, കർത്താവിന്റെ മുഖത്തെ ഒന്ന് കാണുവാൻ, ദൈവത്തിന്റെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ നീയും ഞാനും തയ്യാറാകുമ്പോൾ നിന്റെ ശത്രു അടച്ചു വെച്ച സകല വഴികളെയും തുറക്കുവാൻ എന്റെ ദൈവം ശക്തൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. രൂപം കണ്ട് തൃപ്തനാകുമ്പോൾ, ഉണരുമ്പോൾ, കർത്താവ് നിന്റെ രൂപം കണ്ട് ഞാൻ തൃപ്തനാകണം, മറ്റൊന്നും കാണുവാൻ സ്വർഗം എന്നെ ഇടയാക്കരുതേ. നിന്റെ സന്നിധിയിൽ എന്നെ തികവുള്ളവനാക്കി നിർത്തണമേ കർത്താവേ, തികവുള്ളവളാക്കി നിർത്തണമേ കർത്താവേ. നിന്റെ മുഖത്തെ ഒന്ന് കാണുവാൻ, നിന്റെ രൂപത്തെ ഒന്ന് കണ്ട് സന്തോഷിപ്പാൻ, എന്റെ കോട്ടയായ ദൈവത്തെ ഒന്നുകൂടെ ഒന്ന് സ്നേഹിപ്പാൻ, ഒന്നുകൂടെ ഞാനെന്ന് കർത്താവേ നിന്റെ സന്നിധിയിൽ ഒന്ന് നെടുമ്പാട് വീഴുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് 18-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഇവിടെ പറയുന്ന 4-ാമത്തെ വാക്യം വായിച്ചേ. 18-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ പറയുന്നത്, മരണപാശങ്ങൾ എന്നെ ചുറ്റി. ദാവീദ് പറയുന്നത് ശ്രദ്ധിക്കണം, മരണപാശങ്ങൾ എന്നെ ചുറ്റി. അപ്പോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വരുന്നത് മരണപാശങ്ങളാണ് വരുന്നത്. മരണപാശങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അഭിഷേക തൈലം ദാവീദിന്റെ തലമേൽ എപ്പോഴാ വീണത്? അപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന മരണപാശങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. മരണപാശങ്ങളുടെ ചുറ്റി. ശ്രദ്ധിക്കണം, അഗാധ പ്രവാഹങ്ങൾ എന്നെ എന്ത് ചെയ്യുന്നു? ഭ്രമിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അവനെ പേടിപ്പിക്കുന്നു, അവനെ ഭയപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശായിയുടെ 8-ാമത്തെ മകനായി ജനിച്ച ദാവീദ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ കർത്താവിനെ അറിയുന്നുമ്പേ സ്തോത്രം, അവന്റെ ശത്രുക്കളിലായിരുന്നു, അവന് പ്രയാസങ്ങളിലായിരുന്നു, അവന് പ്രതികൂലങ്ങളിലായിരുന്നു. എന്നാൽ ഈ കർത്താവിന്റെ അഭിഷേക തൈലം എപ്പോഴാണോ ദാവീദിന്റെ തലമേൽ വീണത്, അപ്പോൾ മുതൽ അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഏറുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണോ നിന്റെ ജീവിതത്തിൽ യേശു കർത്താവിന്റെ അഭിഷേക തൈലം വീഴുന്നത്, ദൈവത്തിന്റെ വാഴ്ത്തത്തെ എപ്പോഴാണ് അതിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത്, അപ്പോഴാണ് ഇതിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഏറുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്, പാതാള മരണവർഷങ്ങൾ എന്നെ ചുറ്റി. ഹല്ലേലൂയ. അപ്പോൾ ചില വേദനകൾ അവർ ചില വേദനകളൊക്കെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, അഥവാ എന്നെ പേടിപ്പിച്ചു, അഥവാ എന്നെ ഹല്ലേലൂയ വല്ലാണ്ട് ഒന്ന് ഭയപ്പെടുത്തുവാൻ നോക്കി. അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ അവൻ മരണപാശങ്ങളുണ്ട്, അടുത്ത പാതാള പാശങ്ങൾ. ഹല്ലേലൂയ. എന്നെ എന്ത് ചെയ്തു? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോ അടുത്ത് പറയുന്നത് മരണത്തിന്റെ കണികൾ ഞാൻ എന്ത് ചെയ്തു? പിന്തുടർന്നു. അപ്പോ ഒരു ദൈവ പൈതൽ അനുഭവിക്കുന്നത് ശ്രദ്ധിച്ച്, സ്നാനപ്പെട്ട് ദൈവസ്ഥലിൽ നിൽക്കുന്ന ദൈവ പൈതലെ എന്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ ശ്രദ്ധിച്ച്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രതിസന്ധികളുണ്ട്. സ്നാനപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ, യേശുവിന്റെ കൽപ്പനകൾ നീ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, അവന്റെ വഴികളിൽ നീ നടക്കാൻ ശീലിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു കുഞ്ഞ് തന്റെ പിതാവിന്റെ കയ്യിൽ പിടിച്ച് അതിങ്ങനെ പതിയെ നടക്കാൻ ശ്രമിക്കും. അനേക സ്ഥലങ്ങളിൽ വീഴാൻ വീഴാൻ വേണ്ടി ഇങ്ങനെ അതിന്റെ കാലുകൾ വഴുതിപ്പോകും. പക്ഷേ അവിടെ എല്ലാം ഹല്ലേലൂയ പിതാവ് അവനെ താങ്ങും. കാരണം ആ പിതാവിന്റെ കയ്യില ആ പൈതൽ പിടിച്ചിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം എത്ര ശത്രുവിനെ തള്ളിയിട നോക്കിയാലും നീ പിടിച്ചിരിക്കുന്നത് പിതാവിന്റെ കരത്തിലായതുകൊണ്ടാണ് നീ വീഴാതെ ദൈവം നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവേദനെ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അടുത്ത വാക്യത്തിലേക്ക് വരാം. അപ്പോ എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ എന്ത് ചെയ്തു? വിളിച്ചപേക്ഷിച്ചു. അടുത്ത്, എന്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണം, എന്റെ കഷ്ടതയിലാണ് ഞാൻ കർത്താവിനോട് വിളിച്ചു പറഞ്ഞത്.
അല്ലെങ്കിൽ ഞാൻ അപേക്ഷിച്ചത്, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചത്, എന്റെ കഷ്ടതയിൽ ഞാൻ ഒരു മനുഷ്യനല്ല വിളിച്ചത്. എന്റെ കോട്ടയായ ദൈവത്തെ ഞാൻ വിളിപ്പാനിടയായി, എന്റെ ശൈലമായ ദൈവത്തെ ഞാൻ വിളിപ്പാനിടയായി. സ്തോത്രം ചെയ്യുന്നു. ഒരു കഷ്ടത വരുമ്പോൾ കർത്താവിന്റെ പാദപീഠത്തിൽ നീ മുറുകെ പിടിക്കണം. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം, ഒരു പ്രതികൂലം കടന്നു വരുമ്പോൾ, ആമേൻ, ജീവിതത്തിനകത്ത് ആമേൻ ആമേൻ സ്തോത്രം പ്രൈസ്, ചില വ്യാധികൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് പറയാനൊന്നുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരിക്കലും ഞാൻ മാറിപ്പോകത്തില്ല. സ്തോത്രം. എന്തെല്ലാം പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. ആത്മീക ഭൗതിക മണ്ഡലത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ കടന്നു വരും. അതിന്റെ മധ്യത്തിൽ ഒരു ദൈവ പൈതലിൽ നിൽപ്പാൻ ഈ പകൽക്കാലം നീ തയ്യാറാകണം, ശക്തനാകണം. കാരണം ആമേൻ, നീ പിടിച്ചിരിക്കുന്നത് കർത്താവിന്റെ കരത്തിലാണ്. ഇവിടെ പറയും, എന്റെ ബലമായ ആമേൻ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തോടെ നീ കരത്തിൽ പിടിച്ചപ്പോൾ നിന്റെ കരത്തിൽ ആ പിതാവ് പിടിച്ചിരിക്കുക. ഒരിക്കലും ആമേൻ നിന്നെ ആ പിതാവ് വിടത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിലല്ല പിടിക്കുന്നത്, നമ്മൾ ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് പിടിക്കും. കാരണമുണ്ടല്ലോ, ഈ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ചില ഭയപ്പാട് കാണുമ്പോൾ, ആമേൻ, ചില ചെന്നായ്ക്കളെ കാണുമ്പോൾ കൈവിട്ടിട്ട് ചിലപ്പോൾ പേടിച്ച് ഓടും. ആമേൻ. അതുകൊണ്ട് ഈ പിതാവിന് നല്ലവണ്ണം അറിയാം, എന്റെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഞാൻ പിടിച്ചിരിക്കുക. സ്തോത്ര. ആ കർത്താവ് നമ്മെ പിടിച്ചത് കൊണ്ടല്ലേ ഒരു പകർച്ചവ്യാധിക്ക് നമ്മെ തൊടാൻ കഴിയാത്തത്. ആ കർത്താവ് നമ്മെ പിടിച്ചത് കൊണ്ടല്ലേ ഏത് പ്രതിസന്ധിയിൽ നീ തളർന്നു പോകാത്തത്. ആ കർത്താവ് നിന്നെ കരം നീട്ടി പിടിച്ചത് കൊണ്ടല്ലേ എത്രയോ ക്ഷാമങ്ങൾ വന്നപ്പോഴും നീ നമ്മെ ലജ്ജിച്ചു പോകാത്തത്. എത്രയോ മരണവർഷങ്ങൾ നിന്നെ ചുറ്റിയപ്പോഴും നീ തകർന്നു പോകാത്തത്. ഹല്ലേലൂയ. ദാവീദിനോട് പറഞ്ഞു, എപ്പോൾ നിന്റെ പേര് നശിക്കും, എപ്പോൾ നീ ഇല്ലാതാകുമെന്ന് പറഞ്ഞ് ദാവീദിനോട് മത്സരിച്ചപ്പോൾ ദാവീദിന് ഒറ്റ കാര്യമേ ഉള്ളൂ, എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിപ്പാൻ ഒരു സംഗതിയുമില്ല. ഹല്ലേലൂയ. ദൈവമേ, ഇന്ന് പകൽക്കാലം സ്തോത്രം. ആമേൻ. സ്തോത്രം. മനുഷ്യനെ മൃഗീയമായി ആമേൻ തകർത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആമേൻ. സ്തോത്രം. വേദപുസ്തകങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ, ആണിനോട് ആണ് അപലക്ഷണങ്ങൾ പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നു. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ആ കാലഘട്ടം വന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒന്ന് ശ്രദ്ധിക്കണമേ. ആമേൻ. സ്തോത്രം. പാപത്തിന്റെ കുത്തഴിഞ്ഞ പുസ്തകം പോലെ മനുഷ്യൻ പാപത്തിന്റെ വഴിയിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും പരിശുദ്ധാത്മാവിന്റെ കരത്തിൽ ആമേൻ നീ ഒന്ന് അമർന്നിരിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലത്തിന്റെ ആമേൻ ദൈവം നിനക്ക് ഉറക്കത്തിൽ ചില ദർശനങ്ങൾ കാണിച്ചു തരുമെന്ന് ബൈബിൾ പറയുന്നു. ഞാൻ അവന് ഉറക്കത്തിൽ അത് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ? എന്തുറക്കം? നീ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നീ ആമേൻ വിശ്രമിക്കുമ്പോൾ, നീ കർത്താവിന്റെ സന്നിധിയിൽ ആ കരങ്ങളിൽ നീ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ആ സമയത്ത് വേറെ ആർക്കും കൊടുക്കാത്തതൊന്ന് നിനക്ക് അവൻ തരുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. അടുത്തെന്താ വായിക്കുന്നത്? അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടിരിക്കുക. അപ്പോ നിന്റെ അപേക്ഷ കേൾക്കണമെങ്കിൽ ആമേൻ നീ ദൈവത്തിന്റെ കരങ്ങളിൽ പിടിച്ചിരിക്കണം. ആമേൻ. ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ആമേൻ കയറി വരുമ്പോൾ നല്ല മസിലുള്ള ഈശായിയുടെ നല്ല മക്കളെയൊക്കെ വിളിച്ച് മുമ്പിൽ നിർത്തി. ശക്തന്മാരായ പട്ടാളത്തുകാരന്മാർക്ക് നല്ല മസിലൊക്കെ ഉള്ള, നല്ല സിക്സ് പാക്ക് ഒക്കെ ഉള്ള, നല്ല ആമേൻ ബോഡി ഉള്ളവരൊക്കെ പിടിച്ച് നിർത്തി. ആമേൻ. സ്തോത്രം. പറഞ്ഞു, ഇത് മതിയല്ലല്ലേ, എന്റെ മക്കൾ നന്ദിപ്പോണ്ട്. ആമേൻ 7 പേര് നന്ദിപ്പോണ്ട്, നല്ല ശക്തന്മാരായവരാ. 6 പേര് 8 പേര് വന്നാലും അടിച്ചിടാനുള്ള കഴിവുള്ളവരാ നിൽക്കുന്നവരല്ല. ഓരോരുത്തരും നല്ല കായികാഭ്യാസം പഠിച്ചവരും നല്ല വാക്ചാതുര്യമുള്ളവരും നല്ല ഉയരവും നല്ല ചെക്സൊക്കെ ഉള്ളവരാ. നല്ല നെളിഞ്ഞു നിൽക്കുക. സ്തോത്രം. എന്നാൽ ദാവീദ് കാട്ടിൽ തന്റെ അപ്പൻ ഈശായിയുടെ ആടുകളുമായി കാട്ടിൽ കിടക്കുകയാണ്, വനാന്തരങ്ങളിൽ. സ്തോത്രം. അപ്പോ യഹോവയായ ദൈവം വന്ന് കസേരയിൽ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദാൻ മുതൽ ബേർശേബ വരെ കാൽനടയായി വന്നുകൊണ്ടിരുന്ന ആമേൻ ശമൂവേൽ പ്രവാചകൻ കൊമ്പിൽ ആമേൻ തൈലം നിറച്ചു കൊണ്ടുവന്ന് ഇവനെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. കർത്താവ് പറയുന്നവൻ അഭിഷേകം ചെയ്യണം. ആമേൻ. എന്നെ കേട്ട് ദൈവമേ, നീ ദൈവം നിന്നോട് പറയുന്നത് നീ അഭിഷേകം ചെയ്യണം. ദൈവം നിന്നോട് പറയുന്ന ദൂത് മുഖം നോക്കാതെ പറയണം. ആമേൻ. ദൈവം നിന്നോട് പറയുന്ന ആലോചനകൾ മുഖം നോക്കാതെ, അവന്റെ സമ്പത്ത് നോക്കാതെ, അവന്റെ ആസ്തി നോക്കാതെ മുഖത്ത് നോക്കി പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആമേൻ. അതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ആമേൻ ഈശായി എന്ന് പറഞ്ഞ് നിനക്ക് വേറെ മക്കളൊന്നുമില്ലേ? ഇവരേ ഉള്ളൂ. ആമേൻ. ആമേൻ. നമ്മളൊക്കെ ചിലപ്പോൾ ചിന്തിക്കും നമ്മളെ മക്കൾക്ക് നല്ല ആമേൻ ആഹാരത്തോടെ നല്ല പുഷ്ടിയോടെ വളർത്തുമ്പോ ഈ പിടിച്ച് ഫ്രണ്ടി നിർത്തിയിരിക്കുന്ന ആമേൻ പ്രൈസ് മക്കളെ ഒന്നും പോരാ. പ്രൈസല്ലോ ആളുകൾ ഇവരെന്നും പോരെ എന്ന് നോക്കിയിട്ട് വേറെ ഉണ്ടാവും ചോദിക്കും. അപ്പോഴത്തേക്ക് ചിലപ്പോൾ ഈശോയുടെ ആമേൻ ഹൃദയത്തിൽ തോന്നിയിട്ടുണ്ടാവും ഈ മക്കളെ ഒന്നും വേണ്ടേ വന്ന ഈ വ്യക്തിക്ക്. ഹല്ലേലൂയ. ഇനി വേറെ ഒരുത്തർ ആ ഒറ്റ കിടപ്പുണ്ട്. എവിടെയാ? കാട്ടില. പ്രൈസല്ലോ അവൻ കാട്ടിക്കിടക്കുകയാണ്. കാട്ടിൽ. ആമേൻ. എന്താ? അവിടെ എന്റെ ആട് മേച്ചുകൊണ്ടിരിക്കുക. അവനെ കൊണ്ടു അവനെ വരുത്താൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണമേ. നിന്റെ പേര് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും, നിന്റെ പേര് സെൻസസ് എടുക്കാൻ വീട്ടിൽ വന്ന അവരുടെ ബുക്കിൽ നിന്റെ പേരില്ലെങ്കിലും, നിന്റെ പേര് റേഷൻ കാർഡിൽ ഇല്ലെങ്കിലും, നിന്റെ പേര് ആധാർ കാർഡിൽ ഇല്ലെങ്കിലും, നിന്റെ പേര് പേൻ കാർഡിൽ ഇല്ലെങ്കിലും, നിന്റെ പേര് ഇലക്ഷൻ ഐ ഡി കാർഡ് ഇല്ലെങ്കിലും, നീ ഇതുവരെ വോട്ട് ഇട്ടില്ലെങ്കിലും, നിന്റെ പേര് വിളിക്കുന്ന ഒരു ദൈവം നിന്റെ അടുത്തുണ്ട്. ഹല്ലേലൂയ. നിന്നെ അറിയുന്ന ഒരു ദൈവം, നിന്നെ കാണുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ അടുത്ത് ഇറങ്ങി വന്നിരിക്കുക. ദൈവവൈതലെ. ഹല്ലേലൂയ. ആമേൻ. ദാവീദിനെ ആമേൻ വിളിച്ച് ദാവീദിനെ കൊണ്ട് ഒരു ഫ്രണ്ടിൽ നിർത്തി. സ്തോത്രം. ഇതാണ് എന്റെ ആമേൻ 8ാമത്തെ മകൻ. സ്തോത്രം. യഹോവയായ ദൈവം ആമേൻ കസേരയിൽ എണീറ്റിട്ട് പറഞ്ഞു ഇവനെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി ഇവന്റെ മേൽ അഭിഷേക തൈലം വീണു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ ഇന്ന് പകൽക്കാലം പരിശുദ്ധ ആത്മാവ് ശക്തമായി വ്യക്തമായി പറയുന്നു, ആർക്കും നിന്നെ വേണ്ടെങ്കിലും, ജന്മം തന്ന ആമേൻ പിതാവിന് നിന്നെ വേണ്ടെങ്കിലും, ആമേൻ സ്തോത്രം നിന്നെ പ്രസവിച്ച മാതാവിന് നിന്നെ വേണ്ടെങ്കിലും, സഹോദരന്മാർക്ക് നിന്നെ എല്ലാം ഒറ്റപ്പെടുത്തിയെങ്കിലും നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ മേൽ തലയിൽ എന്നെ ആമേൻ അഭിഷേകം ചെയ്ത അവൻ ഇസ്രായേലിനെ രാജാവാക്കി തീർത്തു. ഹല്ലേലൂയ. ഞെട്ടിപ്പോയി. ഈശായിക്ക് ഞെട്ടിപ്പോയെന്ന. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തലമുറകൾ ഏഴെന്നിപ്പോൾ നല്ല ശക്തന്മാർ, അവരെ ഒന്നും വേണ്ട. ആമേൻ. നിന്റെ മസിൽ പവർ കണ്ടല്ല, നിന്റെ സൗന്ദര്യം കണ്ടല്ല ദൈവം നിന്നെ വിളിച്ചത്, നിന്റെ വാചോദര്യം കണ്ടല്ല ദൈവം നിന്നെ വിളിച്ചത്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം കണ്ടാണ് ദൈവം നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. ദാവീദ് കാട്ടിൽ നിന്ന് കിന്നരം വായിക്കുന്നത് ആമേൻ ദൈവം കേട്ടു. ഹല്ലേലൂയ. മനുഷ്യൻ കേട്ടില്ലെങ്കിലും ദൈവം കേട്ടു. ഹല്ലേലൂയ. ദൈവം പ്രൈസ് ഒരു ബാച്ചു കുറ്റി പോലെ, ഒരു ബാച്ചു പോലെ നീ ഇരുന്ന് ആമേ സംരക്ഷിക്കുന്നത് ആമേ സ്തോത്രം ദൈവം കണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാ ദൈവം പറഞ്ഞത് സ്തോത്രം എനിക്ക് ഇവനെ കർത്താവിന്റെ വേലയ്ക്കായി മതി, അവനെ മതി. ഹല്ലേലൂയ. അവൻ അഭിഷേകം ചെയ്തു. ഇസ്രായേൽ 2ാമത്തെ രാജാവായി അഭിഷേകം ചെയ്തു ദാവീദിനെ. സ്തോത്രം. ആ ദാവീദ പറയുന്നത് സ്തോത്രം ആമേൻ ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്താ സ്നേഹിക്കാത്ത കാര്യം? ആമേൻ. എന്താ നീ സ്നേഹിക്കാത്ത കാര്യം? എന്റെ കർത്താവിനെ സ്നേഹിച്ചോ? ഇന്നും ആയുസ്സും ആരോഗ്യത്തോടെ ഇരിക്കുന്നത്, നിന്റെ കുടുംബത്തിൽ ശവപ്പെട്ടി കേറാത്തത് എന്റെ കർത്താവിന്റെ സ്നേഹം കൊണ്ടാ. നിന്റെ കുടുംബത്തിനകത്ത് നിലവിളി ഉയരാത്തത് എന്റെ കർത്താവിന്റെ സ്നേഹം കൊണ്ടാ. നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് തകർച്ച പിളർപ്പ് വരാത്തത് എന്റെ കർത്താവിന്റെ സ്നേഹം കൊണ്ടാ. ഹല്ലേലൂയ. എന്തൊക്കെ വിട്ടുപോയെങ്കിലും എന്തൊക്കെ മാറിപ്പോയെങ്കിലും ദൈവസ്നേഹം നിന്നെ വിട്ടു മാറരുത്. ഈ പകൽക്കാലം പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നത് കർത്താവിന്റെ സാന്നിധ്യം നിന്റെ പക്കൽ ഇന്ന് പകൽക്കാലം ഉണ്ട്. ഹല്ലേലൂയ. ആമേനോട് വായിക്കുന്നു. അടുത്ത വാക്യം വായിക്കുന്നു. ആമേൻ. അടുത്ത് ഭൂമി എന്ത് ചെയ്തു? ഭൂമി ഞെട്ടി വിറച്ചു. ഹല്ലേലൂയ. അപ്പൊ ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിനകത്ത് ആമേൻ ചില വേദനകളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ആമേൻ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. വായിച്ചാട്ടെ. ഭൂമി ഞെട്ടി വിറച്ചു. അപ്പോ മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി, അവൻ കോപിക്കുകയാൽ അവ കുലുങ്ങിപ്പോയി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ശക്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം പുറത്തേക്ക് വന്ന് പറയുന്നു മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. പ്രൈസ് ദി ലോർഡ്. ചില അടിസ്ഥാനം ഇളകാൻ പോയ നിന്റെ കുടുംബത്തിൽ ദൈവം ഇട്ട അടിസ്ഥാനത്തിന് പുറത്തിട്ട് ചില അടിസ്ഥാനങ്ങൾ ദൈവം ഇളക്കി മാറ്റാൻ പോകയാ. ചില ദിവസം കഴിയുമ്പോൾ ദൈവം നിന്റെ കുടുംബത്തിനകത്തിട്ട് അടിസ്ഥാനങ്ങൾക്ക് മീതെ ശത്രു ഇട്ട അടിസ്ഥാനങ്ങളെ ദൈവം ഇളക്കി മാറ്റാൻ പോവുക. കാരണം നിന്റെ പ്രാർത്ഥനയും കണ്ണുനീരും ദൈവസ്ഥനിൽ എത്തിയിരിക്കുക. സ്തോത്രം. ദൈവത്തോട് നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും കണ്ണുനീരും കർത്താവ് സ്ഥലിലെത്തിയിരിക്കുക. അതാ ഇവിടെ പറയുന്നത് ഭൂമി ഞെട്ടി വിറച്ചു. ചിലതൊക്കെ ഞെട്ടി വിറയ്ക്കാൻ പോകുക. നിന്റെ ഉയർച്ച കണ്ട്, നിന്റെ താഴ്ച കണ്ടല്ല, നിന്റെ ഉയർച്ച കണ്ട്, നിന്റെ കുഞ്ഞുങ്ങളുടെ വളർച്ച കണ്ട്, നിന്റെ കുഞ്ഞുങ്ങളുടെ ഉയർച്ച കണ്ട്, നിന്റെ കുടുംബത്തിനകത്തുള്ള നന്മകൾ കണ്ട് ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നും നീ ഈ നിലയിലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് വിധി പറഞ്ഞിരിക്കുന്നതിന് മുമ്പില് ആമേൻ സ്തോത്രം നീ ഒന്ന് ഉയർന്നു
കാണുമ്പോൾ അവർ ഞെട്ടി വിറയ്ക്കാൻ പോകുക. ചില അടിസ്ഥാനങ്ങൾ ഇളകി മാറാൻ പോകുക. ചിലരൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ തകർന്നുടയാൻ പോകുക. അത് നിന്റെ സ്വന്തം കണ്ണുകൊണ്ട്, വേദപുസ്തകം പറയുന്നു, അന്യ കണ്ണുകൊണ്ടല്ല, നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് കർത്താവ് നിനക്ക് തരുന്ന അരുളപ്പാടുകൾ, കർത്താവ് നിനക്ക് തരുന്ന ദൂതുകൾ അന്യ വ്യക്തിയുടെ വാകൊണ്ടല്ല, അന്യ വ്യക്തിയുടെ സ്തോത്ര വാക്കുകൾ കൊണ്ടല്ല, നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 7-ാമത്തെ വാക്യം വളരെ വ്യക്തമാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഭൂമി ഞെട്ടി വിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലതൊക്കെ ഇളകി മാറാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ചിലതൊക്കെ ഇളകി മാറാൻ പോകുക. നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നീ വിട്ടതിനെ പലതും തിരിച്ചുകൊണ്ടിരിക്കുക. ശമനപരഗതനാകര ദൈവത്തിന്റെ വൈദ്യുതി യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചില ദൂതുകൾ വിളിച്ചു പറയുക. നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് ശത്രു ഇട്ടിരിക്കുന്ന ചില പൈശാചികന്റെ അടിസ്ഥാന കല്ലുകളെ ദൈവത്തിന്റെ ആത്മാവ് ഇളക്കി മാറ്റാൻ പോകുക. വിശ്വസിക്കുന്നെങ്കിൽ ഈ പകൽക്കാല ദൈവസന്നിധി സ്തോത്രം പറഞ്ഞു. ഇതിന്റെ തലമുറയിൽ ശത്രു ഇട്ട അടിസ്ഥാനങ്ങൾ, ആമേൻ, വചനത്തിന് വിരോധമായി ശത്രുവിട്ട അടിസ്ഥാന കല്ലുകളെ ഈ വചനത്തിന്റെ അകത്തെഴുതിയിരിക്കുന്ന ആമേൻ ദൂത് ഇന്ന് പകൽക്കാരനെ പൊട്ടിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥന എടുത്തു മാറ്റിക്കളഞ്ഞ, നീ കുഞ്ഞുനാളിലെ ഇട്ടുകൊടുത്ത പ്രാർത്ഥനയുടെ വിത്തുകൾ, നീ കുഞ്ഞുനാളിലെ തലമുറയ്ക്ക് ഇട്ടുകൊടുത്ത പ്രാർത്ഥനയുടെ വേരുകൾ, നീ കുഞ്ഞുനാളിലെ ഇട്ടുകൊടുത്തിരിക്കുന്ന വചനത്തിന്റെ വിത്തുകൾ, അതെല്ലാം ശത്രു കൊത്തിയെടുത്ത് കളഞ്ഞിട്ട്, റാഞ്ചൽ പക്ഷി തിന്നു കളഞ്ഞിട്ട്, അതിന്റെ പേരിട്ടിരിക്കുന്ന അവിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ, അതിന്റെ പുറത്തിട്ടിരിക്കുന്ന അവിശ്വസ്തതയുടെ അടിസ്ഥാനങ്ങൾ, അതിന്റെ പുറത്തിട്ടിരിക്കുന്ന അലസതയുടെ അടിസ്ഥാനങ്ങൾ, അതിന്റെ പുറത്തിട്ടിരിക്കുന്ന അവഗണനയുടെ അടിസ്ഥാനങ്ങൾ, അനുസരണക്കേടുകളുടെ അടിസ്ഥാനങ്ങൾ, ഹല്ലേലൂയ, ചില പോരുകളുടെ അടിസ്ഥാനങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചില അലസതയുടെ അടിസ്ഥാനങ്ങൾ, കല്ലുകളെ എന്റെ കർത്താവ് ഇളക്കി മാറ്റാൻ പോകുക. എന്റെ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. തലമുറയ്ക്ക് വേണ്ടി യേശു പറഞ്ഞു, നീ എന്നെ ചൊല്ലി കരയേണ്ട, നീ എന്നെ ചൊല്ലി കരയേണ്ട കാര്യമില്ല, നീ കരയേണ്ടത് തലമുറയെ ചൊല്ലി. തലമുറയെ ചൊല്ലി നീ കരയാൻ ഇന്ന് പകൽക്കാലം നീ തയ്യാറാകുമെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, ആ തലമുറയിൽ കഴിഞ്ഞ നാളുകളിൽ ഇട്ടിരിക്കുന്ന അടിസ്ഥാന കല്ലുകളെ എന്റെ കർത്താവ് പൊളിച്ചെടുക്കാൻ പോകുക. അത് നിന്റെ കണ്ണുകൊണ്ട് ദൈവം കാണും. പ്രൈസ് ദി ലോർഡ്. നിന്റെ കണ്ണുകൊണ്ട് ദൈവം കാണാൻ പോകുക. നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുക. ചില കല്ലുകളെ ദൈവം പുറക്കി മാറ്റുന്നതല്ല, പൊളിച്ചെടുക്കാൻ പോകുക. സ്തോത്രം ചെയ്യുന്നു. അടുത്ത് പറയുന്നത് എന്താണ്? അടുത്ത 8-ാമത്തെ വാക്യം പറയും, ആമേൻ, അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി. അടുത്തത്, തീക്കനൽ അവങ്കിൽ നിന്ന് ജ്വലിച്ചു. അവൻ ആകാശം ചാച്ചിറങ്ങി. കൂരിരുൾ അവന്റെ കാൽ കീഴ്. നിന്റെ ജീവിതത്തിനകത്ത് അലട്ടി വരും നിൽക്കുന്ന കൂരിരുളിന്റെ അവസ്ഥകളെ ദൈവാത്മാവ് തകർക്കാൻ പോയ. അതാണ് പറഞ്ഞത്, മരണത്തിന്റെ താഴ്വരകൾ. 23-ാം സംഗീതം പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും നീ ഒരിടത്തും ഭയപ്പെടുകയില്ല എന്ന്. അവൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. എന്നാൽ അതേ ദൂത് പറയുന്നത് ഇങ്ങനെയാണ്, ആ കൂരിരുൾ താഴ്വരയെ കർത്താവിന്റെ കാൽ കീഴാക്കി ഇന്ന് പകൽക്കാലം നിനക്ക് ജയം തരുന്ന, നിന്റെ തലമുറകൾക്ക് ജയം കൽപ്പിക്കുന്ന, നിന്റെ കുടുംബത്തിനകത്ത് ജയം കൽപ്പിക്കുന്ന, നിന്റെ മിനിസ്ട്രിയിൽ ജയം കൽപ്പിക്കുന്ന, നിന്റെ ശുശ്രൂഷയിൽ ജയം കൽപ്പിക്കുന്ന, നിന്റെ വാഴ്ക്കയിൽ ജയം കൽപ്പിക്കുന്ന, നിന്റെ കുടുംബ ജീവിതത്തിൽ ജയം കൽപ്പിക്കുന്ന, നിന്റെ ഉപജീവനത്തിൽ ജയം കൽപ്പിക്കുന്ന, നിന്റെ ബിസിനസ്സിൽ ജയം കൽപ്പിക്കുന്ന, നിന്റെ വാഹനയാത്രയിൽ ജയം കൽപ്പിക്കുന്ന, നിന്റെ കുടുംബത്തിനകത്തളങ്ങളിൽ ജയം കൽപ്പിക്കുന്ന ഒരു കർത്താവിന്റെ പകൽക്കാലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാമോ? നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുക. ഈ വചനപ്രകാരം ദൈവം നമ്മെ അനുഗ്രഹിക്കുക. കർത്താവിന്റെ ശൈലമാകുന്നു, എന്റെ കോട്ടയാകുന്നു, എന്റെ പരിചയമാകുന്ന ദൈവം ഇന്ന് പകൽക്കാലം കർത്താവിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, തലമുറകളുടെ ജീവിതത്തിൽ ഇട്ടിരിക്കുന്ന ശത്രുവിന്റെ അടിസ്ഥാന കല്ലുകളെ കർത്താവിന്റെ പകൽക്കാലം ഇളക്കി മാറ്റുമാറാകണമേ. ശുശ്രൂഷയ്ക്ക് വളരാൻ പറ്റാതിരിക്കുന്ന
ആമേ ചില മത്സരത്തിന്റെ കല്ലുകൾ, ചില മത്സര ശക്തികളെ എന്റെ കർത്താവ് തകർക്കുമാറാകണമേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേ കർത്താവിന്റെ ശക്തി നിൽക്കാലിൽ ഇറങ്ങി വരുമാറാകണം. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുമാറാകണം. ആത്മാവിന്റെ കൃപ കൊണ്ട് പൊതിയുമാറാകണം. സകലവിധ പൈശാചിക കെട്ടുകളെ കർത്താവ് തകർത്ത് ആമേ കർത്താവ് തലമുറകൾ ആത്മീയ മണ്ഡലത്തിലെ വിടാതിരിക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സകലവിധ പിന്മാറ്റത്തിന്റെ ശക്തികളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ ദാസനെ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അത്ഭുതം ചെയ്യണമേ. കർത്താവിന്റെ കൃപയിൽ മറയ്ക്കുമാറാകണം. കർത്താവെ സ്തോത്രം. ഈ മീറ്റിംഗ് സ്പോൺസർ ചെയ്തിരിക്കുന്ന വാസ്തവ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവിന്റെ കൃപയിൽ മറച്ചാട്ട് കർത്താവ് അത്ഭുതം ചെയ്യണമേ. ദൈവശക്തി കർത്താവയുടെ മേൽ വെളിപ്പെടുമാറാകണം. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വലിയ മഹത്വം അവർ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അങ്ങോട്ട് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യാതൊരു കേട്ടിരിക്കാൻ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. കർത്താവെ അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യണമേ. പ്രാർത്ഥിക്കുക കർത്താവ്. പ്രാർത്ഥിച്ച് ആവേശപ്പെട്ട എല്ലാ വ്യക്തികളെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ പ്രാർത്ഥന അപേക്ഷകളെ സ്വർഗ്ഗത്തിലെ ദൈവം കണ്ടിരിക്കാൻ സ്തോത്രം ചെയ്ത് കർത്താവേ. ഹല്ലേലൂയ. ആരെങ്കിലും ഹോസ്പിറ്റൽ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം അവരെ സൗഖ്യമാക്കണമേ. കർത്താവിന്റെ വലിയ മറക്കൽ ദൈവം അയച്ചിരിക്കാൻ സ്തോത്രം. അത്ഭുതം ചെയ്യണം. മഹത്വം കർത്താവ് എടുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു കർത്താവ് അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.